അപ്പോഴേ ചങ്ങായിമാരെ എന്നാ ഉണ്ട് സുഖമല്ല എല്ലാവർക്കും. രാവിലെ സ്വിമ്മിംഗ് പൂളിലെ വാക്കിംഗ് ചെയ്യലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് സ്യൂട്ട് റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴേ ആദ്യം കണ്ടില്ലേ നമ്മുടെ ബായി അവിടെ കുമ്പട്ടിരുന്നത്. വേറെ ഒന്നും അല്ലല്ലോ കേട്ടോ, അവനോട് കത്തിരിയും കൊണ്ട് പുല്ല് വെട്ടിയിട്ടിരുന്നു. എന്നാൽ പിന്നെ ഇച്ച് തനിച്ചാക്കണ്ട, ഒറ്റയ്ക്കാവണ്ട, നമ്മളും കൂടെ കൂടിയേക്കാന്ന് പറഞ്ഞ് ഞാനെടുത്തിട്ട് കത്തിരിയ മേടിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വെട്ടലാട്ടെ കാണണേ. എൻ്റെ വെട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ നിന്ന് റഫീഖ് ഭായി അവിടെ നിന്ന് കമൻറ്റ് അടിക്കേണ്ടത് ബയ്യൊക്കെ പണി അറിയാൻ പാടില്ല, കാണിക്കണത് ശരിയല്ല എന്ന്. ഇജ്ജ അവിടുന്ന് മാറിക്കോ ബലാലെ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും കാട്ടി കൂട്ടിക്കോളാട്ടോ എന്ന് പറഞ്ഞു വിട്ടാ. ഇടയ്ക്കിടയ്ക്ക് അവൻ എന്തൊക്കെയോ പറയണ്ട, അവൻ്റെ ഭാഷ എനിക്കും എൻ്റെ ഭാഷ അവനക്കും മനസ്സിലാവാത്തതുകൊണ്ട് പിന്നെ അടി വീഴൂല എന്നുള്ളൊരു ധൈര്യമുണ്ട്. അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാലേ, ഇന്നിപ്പോൾ നേരം വെളുത്തപ്പോൾ എന്തായാലും എന്നാൽ പിന്നെ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ പോകുമെന്ന് ഓർത്തിരുന്നപ്പോഴാണ് ഇമ്രാൻ ഭായിയുടെ വകയായിട്ട് കത്തിയും കൈ പിടിച്ചുകൊണ്ടുള്ള മുകളിലേക്ക് കയറിയ. ഒരു സൈഡ് വെട്ട് കഴിഞ്ഞു കേട്ടോ, അടുത്ത സൈഡ് വെട്ടാൻ തുടങ്ങുകയാണ്. അടുത്ത സൈഡ് വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇമ്രാൻ പറഞ്ഞത് നമുക്ക് ഈ കിളിക്കൂടും സാധനങ്ങളൊന്ന് സെറ്റ് ചെയ്യണ്ടേന്ന്. എന്നാൽ പിന്നെ അതും കൂടെ ഇന്നത്തെ ദിവസം തന്നെ അതും സെറ്റാക്കിയേക്കാന്ന് വെച്ചു. കഴിഞ്ഞ ദിവസം ഒരു മരത്തിൻ്റെ കമ്പം കണ്ട് ഒടിഞ്ഞാടിയതാട്ടോ, അത് പൊട്ടിപ്പൊളിഞ്ഞ താഴെപ്പോയി. അപ്പോൾ അങ്ങനെ അറിയാൻ പാടില്ല എന്നും പറഞ്ഞ് ഒരു പരിപാടിക്കും പൊറോട്ടയ്ക്ക് കൈയും കെട്ടി മാറിയിരിക്കുന്ന സ്വഭാവം നമുക്കില്ലാന്ന് പാകിസ്ഥാനികളോട് ചോദിച്ചു കഴിഞ്ഞാൽ നീ ട്രെയിൻ ഓടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ട്രെയിനിൻ്റെ സ്റ്റിയറിങ് എവിടെയൊന്ന് കാണിച്ചു തന്നാൽ മതി, നമ്മൾ ഓടിച്ചോളാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ മാതിരി എന്ത് പണി നമ്മളെടുക്കും. അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ പരിപാടിയില്ല. അപ്പോൾ നോക്കിയപ്പോണ്ടാ ഇല്ലിയുടെ സൈഡിൽ കൂടെ കരിയില വീണ് നാശമായി കിടക്കും. എന്നാൽ പിന്നെ കിളിക്കൂടും സെറ്റ് ചെയ്ത് അതിനകത്തുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ചെടികളും വച്ച് പിടിപ്പിച്ചു, എല്ലാം സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ നേരെ നമുക്ക് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങിയേക്കാമെന്ന് വെച്ചു. എങ്ങോട്ട്? ഇല്ലിയുടെ സൈഡിൽ കിടന്ന കരിയില തൂത്തുവിട്ട. അപ്പോൾ നമ്മൾ കിളിക്കൂടെ തൂക്കിക്കൊണ്ടിരിക്കട്ടോ. കിളിക്കൂടെ അഴിച്ച് മാറ്റിയെന്നും പറഞ്ഞ് ആരും ഒന്നും പറയാൻ നിൽക്കണ്ട, അത് ഒറിജിനലല്ല, ആർട്ടിഫിഷ്യലാണ്, ഉണ്ടാക്കി എടുത്തതാണ് കിളിക്കൂടാണ്. അപ്പോൾ അത് അങ്ങനെ ഇല്ലിയുടെ ചോട്ടിലേക്ക് ഇറങ്ങി വന്ന് ഒരു റൗണ്ട് അടിച്ച് കഴിഞ്ഞു, ഒരു കാറ്റ് ഊതി വീണ്ടും വന്ന് ചാടിയ രങ്ങാട്ടെ കാണണേ, കപ്പൽ മയ്യത്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, ഒന്നോടെ വീണ്ടും തുടങ്ങും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നത് രങ്ങാട്ടെ കാണണേ. ഈ അടിച്ചു വാരുന്ന രംഗമൊന്നും വീഡിയോ എടുത്തൊന്നും നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. എന്തോ ആവട്ടെ, കിട്ടിയ വീഡിയോ എല്ലാം കൂടെ കൂടി വച്ച് പിള്ളേർ പണി തന്നിപ്പാണെങ്കിലും എന്നാൽ പിന്നെ ആ പണി നമ്മുടെ സ്വന്തം പണിയാക്കി മാറ്റിയേക്കാമെന്ന് വെച്ചു. അങ്ങനെ ഇമ്രാനോടും വർത്താനം പറഞ്ഞ് അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അടിച്ചു വാരിപ്പോൾ എന്തോ ഒരു സാധനം പറന്നു പോണ കണ്ടത്. എന്നടയങ്ങാതി ആ പോണേന്ന് കരുതി തപ്പിച്ചെന്ന് നോക്കിയിപ്പേണ്ടാ, കണ്ട കാഴ്ച ഞെട്ടിപ്പോയിട്ടാ. വേറൊന്നുമല്ല, കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് കാണാണ്ട് പോയെന്നും പറഞ്ഞ് അന്വേഷിച്ച് ഇടുന്ന അടിച്ചുവാരി വേസ്പാൻ. നമ്മൾ ചൂലും കൊണ്ട് കരിയിലേക്ക് ഇട്ടൊരു തട്ട് കെട്ടിപ്പോൾ ദേ പോണു ഏറിൽ പറന്ന്. അതെടുത്ത് കൈ പിടിച്ച് അവനെ കാണിച്ചു കൊടുത്താട്ടാ കണ്ടേ. അങ്ങനെ അടിച്ചുവാറിലൊക്കെ ഒരുവിധം ഒതുക്കി വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണി പിന്നെ ചെയ്യാന്നും പറഞ്ഞ് നിന്നിപ്പുണ്ട് ഇമ്രാൻ നല്ല കടുപ്പത്തിൽ. കണ്ടിപ്പോൾ കളർ ഉണ്ടെന്ന് തോന്നിയെങ്കിലും കുടിക്കുമ്പോൾ ഇത്രയും വലിയ ചവർപ്പുണ്ടാവുമെന്ന് വിചാരിച്ചില്ല. എന്നാലും വേണ്ടില്ല, പണിയെടുത്ത് ശീലിച്ച് നിൽക്കുമല്ലോർന്നോ അങ്ങോട്ട് കുത്തി കയറ്റിയെന്ന് കടിച്ചായ. ഈ കാണുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ തത്തി തകതി എന്നുള്ള കേട്ടാ മരത്തിൻ്റെ എന്തോ ഒരു ചെടിയാണ്. ചെടിയുടെ പേരുമിറ്റും ചോദിക്കുന്നുണ്ട്. വെട്ടാവുന്ന രീതിയിൽ അറിയാവുന്ന രീതിയിൽ വെട്ടിക്കൊണ്ടിരിക്കുന്നത് കാണണം. പണി അറിയാവുന്ന ഇമ്രാൻ്റെ കയ്യിൽ നിന്ന് കത്തിര മേടിച്ചിട്ട് പണി അറിയാൻ പാടില്ലാത്ത ഞാനാട്ടെ ഈ തക്കിയുടെ ധരിടാന്ന് കാണിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് നോക്കിയെന്ന് എളിക്കും കൈ കൊടുത്ത അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഔട്ടറുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ തന്നെ ചാടിക്കളിക്കട കുഞ്ഞിരാമെന്ന് പറഞ്ഞ മാതിരി ഞാൻ തന്നെ ചാടിക്കളിച്ച് വെട്ടിക്കോളാമെന്നും പറഞ്ഞ് വീണ്ടും മേടിച്ചു വിട്ടാ. അവസാനം ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്താണെന്നുള്ളത് കാണിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഫൈനൽ ലുക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കല്ല് വാരി എറിഞ്ഞാലോ. ജന്തുന്ന റബരാലെ കാട്ടിക്കൂട്ടി വച്ചേക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ എന്തെങ്കിലും ഒരു മറുപടി വേണ്ടതെന്ന് അതിന് പറ്റാത്തതുകൊണ്ടാട്ടോ ഫൈനൽ ലുക്ക് കാണിക്കണ്ടെന്ന് വെച്ചാൽ. എന്നാലും ചെറുതായിട്ടൊന്ന് കാണിച്ചേക്കാം. അതേ കണ്ടോ, നമ്മൾ വെട്ടി നിർത്തിയ ചെടികൾ 2 ഒരു മിന്നായം പോലെ കണ്ടോളൂ. നമ്മൾ പുല്ല് വെട്ടിയ തറയാണ് ഈ കാണുന്നത്. അപ്പോൾ 2 സൈഡ് തറയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നോട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്. ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല, ചുമ്മാ രസത്തിനെ കൊണ്ട് ചെയ്തു എന്നുള്ളൂന്ന്. നമ്മളീ നാട്ടിൽ തന്നെയൊക്കെ ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് കണ്ടോട്ടേന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്കിൻ്റെ ബട്ടൺ ഒന്ന് കുത്തി പൊട്ടിച്ചേക്കൂലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.